നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടം ആഘോഷമാക്കി പ്രവാസികളും. ഫൈനൽ മത്സരം നടന്ന ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചരിത്ര വിജയം സ്വന്തമാക്കിയത് നേരിട്ട് കണ്ട് സന്തോഷത്തോടു കൂടി ഇറങ്ങി വരുന്ന, മനസ്സ് ഇറങ്ങി വരുന്ന ആരാധകരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല കളിയായിരുന്നു. അറ്റ് വൺ സ്റ്റേജ് ഞങ്ങൾ വിചാരിച്ചു തോൽക്കുന്നു. നമ്മൾ അതായത് രോഹിത് ശർമ്മ ഔട്ടായി വിചാരിച്ചു പെട്ടുന്ന് 3 വിക്കറ്റ് അപ്പോൾ ഡൗൺ ആയി. പിന്നെ ഫർദർ നന്നായി കളിച്ചു. ഇൻ ദ എൻഡ് ടച്ച് വുഡ് ഇന്ത്യ ജയിച്ചു. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ പിന്നെ നമ്മളൊന്ന് ടെൻഷൻ അടിച്ചു. പക്ഷെ നല്ലോണം ഫൈറ്റ് ചെയ്തു, നന്നായി കളിച്ചു. ഫസ്റ്റ് നമ്മൾ പിന്നെ ബാറ്റിംഗ് കഴിഞ്ഞ സമയത്ത്, ന്യൂസിലാൻഡിൻ്റെ ബാറ്റിംഗ് കഴിഞ്ഞ സമയത്ത് ഈസി ആയിട്ട് ജയിക്കും, വൺ സൈഡ് മാച്ച് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഒരു ടെൻഷൻ അടിച്ചു പോയി. പക്ഷേ ഫൈനലി ദേ മേഡ് ഇറ്റ്. ഈ മത്സരം കാണുവാനായി ഇന്ത്യയിൽ നിന്നടക്കം നിരവധി ആളുകളായിരുന്നു ഇവിടെ എത്തിയത്. We came for the match from India. I came from Pune. He's from Pune. These guys are from Bombay. Yeah. How was the match? Oh, it was wonderful, excellent. It was an exciting moment that India won. I feel they won after a couple of years the Champions Trophy, and to fly in from India and watching such a great match was wonderful. Rohit, fantastic. What a atmosphere, lovely crowd, and the chase was on. Obviously, New Zealand is a very good team, but we did it. We had it in us, you know. Even if we lost one more wicket, we would have still won it easily. സൂപ്പർ മാച്ചായിരുന്നു. മാച്ചസ് പലതും കണ്ടിട്ടുണ്ട്. കപ്പടിക്കുന്ന ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കളികളും വളരെ സന്തോഷം, വളരെ ഭാഗ്യമുണ്ടായിരുന്നു. വളരെ ഭയങ്കര ഫീലായിരുന്നു. പ്രത്യേകിച്ച് രോഹിത്തിന്റെ ഇന്നത്തെ ഇന്നിങ്സ് വളരെ നന്നായിരുന്നു. ഒരു ഭയങ്കര എന്താ പറയാ, നമുക്കൊരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു കപ്പടിക്കുന്നത് ആദ്യമായിട്ട് കാണുക എന്ന് പറയുന്നത്. തീർച്ചയായും നല്ലതായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും. അടിപൊളി മാച്ചായിരുന്നു. നമ്മൾ എന്താ പറയുന്നത്, ഫുൾ എൻജോയ്മെന്റ്, ഫുൾ ത്രില്ലായിരുന്നു. ശർമ്മ പോയതിന് ശേഷം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെയുള്ള എല്ലാവരും, ഇന്ത്യൻ ടീമിൻ്റെ എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ എല്ലാ കളികളും നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡിവിജ്വൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫീൽഡിങ് നമ്മൾ എടുത്തു പറയണം. മറ്റേ ഗ്ലെൻ ഫിലിപ്സിൻ്റെ ആ ഒരു ക്യാച്ച്, അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ക്യാച്ച് തന്നെയായിരുന്നു. അവർ ഒരുപാട് നല്ലൊരു ഫീൽഡിങ് നിര തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ എല്ലാ കളിക്കാരും ഒരു ഏവറേജ്, അതായത് ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം സന്തോഷം. ഇനിയുള്ള അടുത്ത വേൾഡ് കപ്പ് കൂടി ഇന്ത്യ ജയിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു. കളിച്ച കളികളിലെല്ലാം മിന്നും വിജയം, ഒടുവിൽ ചരിത്ര വിജയം. ഒരു ആരാധകനെ മനസ്സ് നിറയ്ക്കാൻ വേണ്ടതെല്ലാം സമ്മാനിച്ച ടൂർണമെന്റ് എന്ന പേരിലായിരിക്കും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി അറിയപ്പെടുക. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഇന്ത്യയുടെ നേട്ടം മുംബൈയിൽ മടങ്ങിയെത്തിയ ശേഷം ആഘോഷിക്കാനാണ് പ്ലാനെന്ന് ശ്രേയസ് അയ്യരുടെ കുടുംബം. അമ്മയും സഹോദരിയും ഉൾപ്പെടെ ഫൈനൽ കാണാൻ ദുബൈയിലെത്തിയിരുന്നു. പ്രതികരണങ്ങളിലേക്ക്. വളരെ സന്തോഷം. I'm very happy, very proud. We're all very proud, and it feels unreal. I mean, we knew that we were going to win, but this was something so good and so nice, and we're very proud of Shreyas, all of us. I missed his half century, but no problem. I think for us, India won. That is more important than anything else. Definitely, Shreyas missed his half century, but I think he's proved himself throughout the series. Yeah, we will win. I told you, na. So we won. We're very happy. No, I'll go back to Mumbai and I'll celebrate there with my friends. ദിവസവും അരമണിക്കൂർ നടക്കാൻ തയ്യാറുള്ളവർക്കായി സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ റമദാൻ ചലഞ്ച്. ചൊവ്വാഴ്ച മുതൽ 5 ദിവസം 8000 അടി വീതം നടക്കണം. ചലഞ്ചിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൗദി വാക്കിംഗ് ലീഗിന്റെ ഭാഗമായാണ് ചലഞ്ച്. റമദാനോടനുബന്ധിച്ച് വാക്ക് 30 എന്ന പേരിലാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ ചാലഞ്ച്. ക്യാമ്പയിന്റെ ആദ്യഘട്ടം മാർച്ച് 11 മുതൽ 15 വരെയാണ്. ദിവസം അരമണിക്കൂർ 8000 അടി നടക്കണം. വ്യക്തിപരമായും ഗ്രൂപ്പായും രജിസ്റ്റർ ചെയ്യാം. 4 മുതൽ 7 വരെ അംഗങ്ങളാണ് ഒരു ടീമിൽ വേണ്ടത്. മന്ത്രാലയത്തിന്റെ സിഹത്തി ആപ്പ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഏപ്രിൽ 26-നാണ് ക്യാമ്പയിൻ സമാപിക്കുന്നത്. പ്രമേയം, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം തുടങ്ങിയവ കുറയ്ക്കുക, ജീവിത നിലവാരം, മാനസികാരോഗ്യം തുടങ്ങിയവ മെച്ചപ്പെടുത്തുക തുടങ്ങിയവ ക്യാമ്പയിന്റെ ലക്ഷ്യങ്ങളാണ്. സുസ്ഥിരമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക, 2030 ആകുമ്പോഴേക്കും ശരാശരി ആയുസ് 80 വയസ്സിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഇത് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ.
ദമാമിലെ പട്ടാമ്പി കൂട്ടായ്മ വനിതാ വേദി വനിതാ ദിനം ആഘോഷിച്ചു. ദമാമിലെ മലബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി വനിതകൾ പങ്കാളികളായി. ദമാമിലെ പട്ടാമ്പി കൂട്ടായ്മ വനിതാവേദി പ്രവർത്തകരാണ് വനിതാ ദിനത്തിൽ വിപുലമായ പരിപാടി ഒരുക്കിയത്. വർഷത്തിലൊരിക്കൽ തങ്ങൾക്ക് മാത്രമായി ലഭിക്കുന്ന ദിനത്തിൽ ഒരുമിച്ചിരിക്കാനും ഓർത്തെടുക്കാനും പങ്കുവെക്കാനും ഇവർക്കായി. ഇത്തവണ റമദാൻ ദിനത്തിലാണ് വനിതാ ദിനം എന്നതിനാൽ തന്നെ ഒത്തൊരുമിച്ചുള്ള നോമ്പുതുറ ഉൾപ്പെടുത്തിയുള്ളതായിരുന്നു ഈ വർഷത്തെ വനിതാ ദിന പരിപാടികൾ. സൗദിയിലെ ആദ്യ മലയാളി സംരംഭക റജീന മുസ്തഫയായിരുന്നു പരിപാടിയിലെ മുഖ്യാതിഥി. ഒരു വനിത എന്ന നിലയിൽ ബിസിനസ് രംഗത്തേക്ക് വരുമ്പോഴുണ്ടായ പ്രതിസന്ധികളും സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളും സാധ്യമായ പദ്ധതികളെക്കുറിച്ചുമെല്ലാം സദസ്സിൽ പങ്കുവച്ചു. മാത്രമല്ല, സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സദസ്യരുടെ പല സംശയങ്ങൾക്കും മറുപടി നൽകാനും ഇവർക്കായി. സൗദിയിൽ വിദേശ വനിതകൾക്കും ബിസിനസ് തുടങ്ങാൻ അനുമതിയുണ്ടെന്നും സ്വന്തം പേരിൽ നിക്ഷേപക ലൈസൻസിലുള്ള അനുമതി ലഭിക്കുമെന്നും റജീന മുസ്തഫ പറഞ്ഞു. ദിൽന ഫാത്തിമയുടെ പ്രാർത്ഥനാ ഗീതത്തോടെ ആരംഭിച്ച യോഗത്തിൽ വനിതാവേദി പ്രസിഡന്റ് നാഹിദ് സബ്രി അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മയുടെ അഡ്വൈസറി ബോർഡ് മെമ്പർ സജിത ടീച്ചർ, ജനറൽ സെക്രട്ടറി സൽമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ഷഹനാസ് മൻസൂർ സ്വാഗതവും ട്രഷറർ ആരിഫ ഷാഹിദ് നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24, ദമാം. സൗദി കിഴക്കൻ പ്രവിശ്യ തൃക്കരിപ്പൂർ മണ്ഡലം KMCC അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VKP ഹമീദ് അലിയുടെയും തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാവ് VT ഷാഹുൽ ഹമീദിന്റെയും വേർപാടിലൂടെ തൃക്കരിപ്പൂരിന് നഷ്ടമായത് നിസ്വാർത്ഥരായ നേതാക്കളെയാണെന്ന് യോഗം അനുസ്മരിച്ചു. ഹ്രസ്വ സന്ദർശനത്തിനായി ദമാമിലെത്തിയ ചീമേനി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PP അസൈനാർ മൗലവി അനുസ്മരണ പ്രഭാഷണം നടത്തി. അൽഖോബാർ സ്പേസ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ കാസർഗോഡ് ജില്ലാ KMCC കിഴക്കൻ പ്രവിശ്യ വൈസ് പ്രസിഡന്റ് റഫീഖ് നങ്ങാരത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ജുനൈദ് നീലേശ്വരം, തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി അബ്ദുൾ റസാഖ് അത്തൂട്ടി, ജാഫർ മെട്ടമ്മൽ, അസറുദ്ദീൻ ബീരിച്ചേരി, റഷീദ് റവാബി എന്നിവർ സംസാരിച്ചു. സൗദിയിലെ ജുബൈൽ മലയാളി സമാജം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ഇഫ്താർ സംഗമത്തിൽ ഉമർ സഖാഫി മുർഖാനാട് റമദാൻ സന്ദേശം നൽകി. പ്രസിഡന്റ് തോമസ് മാത്യു മമൂഡാൻ അധ്യക്ഷത വഹിച്ചു. മലയാളി സമാജം ജനറൽ സെക്രട്ടറി ബൈജു അഞ്ചൽ, ജുബൈൽ ഇന്ത്യൻ സ്കൂൾ മലയാള വിഭാഗം മേധാവി സനൽ, ലോക കേരള സഭാംഗം നിസാർ ഇബ്രാഹിം, ഉണ്ണി ഷാനവാസ്, ഷെഫീഖ് താനൂർ, റഹീം നസാറുദ്ദീൻ, നോർക്ക കോർഡിനേറ്റർ ജയൻ തച്ചാൻപാറ എന്നിവർ സംസാരിച്ചു. പത്തനംതിട്ട വടശ്ശേരിക്കര ബൗണ്ടറിയിൽ പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. പരിശോധിക്കുമെന്ന് വനം വകുപ്പും അറിയിച്ചിട്ടുണ്ട്. കൊല്ലത്തെ ചെങ്കടലാക്കി CPIM സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. ചുവപ്പിന്റെ മഹാപ്രവാഹത്തിനാണ് കൊല്ലം നഗരം സാക്ഷിയായത്. ഹിന്ദുത്വ ശക്തികൾക്കെതിരായ പോരാട്ടമാണ് CPIM നടത്തുന്നതെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. CPIMന്റെ ബഹുജന പിന്തുണയും കരുത്തും വിളിച്ചോതുന്നതായിരുന്നു പതിനായിരങ്ങൾ അണിനിരന്ന ബഹുജന റാലി. കന്റോൺമെന്റ് മൈതാനത്ത് നിന്ന് ആരംഭിച്ച റെഡ് വോളണ്ടിയർ മാർച്ചിൽ തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രകാശ് കാരാട്ടും MV ഗോവിന്ദനും അടക്കമുള്ളവർ മൈതാനത്തേക്കെത്തി. ഇരുപത്തിയ്യായിരം ചുവപ്പ് സേനാംഗങ്ങളുടെ മാർച്ച് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തറിയിക്കുന്നതായിരുന്നു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പിണറായി സർക്കാർ നടപ്പാക്കി. അതുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിന് ജനങ്ങൾ അവസരം നൽകിയതെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. Because the people of Kerala know they had elected the LDF government for a first term and now a second term, because they have from their own experience seen how this government works for the poor, working people, for all other sections of people, and is a secular government which protects the rights of all sections and all communities. മതനിരപേക്ഷ ശക്തികളുടെ ഐക്യം വിപുലമാക്കാൻ CPIMന് കഴിഞ്ഞുവെന്നും പ്രകാശ് കാരാട്ട് കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങളാണ്
കൊല്ലം ആശ്രാമ മൈതാനത്തേക്ക് ഒഴുകിയെത്തിയത്. 3 ദശാബ്ദത്തിന് ശേഷം കൊല്ലം ആതിഥ്യമരുളിയ സമ്മേളനത്തിന്റെ മികവെല്ലാം പ്രകടമാക്കിക്കൊണ്ടായിരുന്നു സമാപനം. 24 കൊല്ലം. കൂടുതൽ യുവാക്കളെയും വനിതകളെയും ഉൾപ്പെടുത്തി CPIM-ന് പുതിയ സംസ്ഥാന നേതൃത്വം. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയും 17 അംഗ സെക്രട്ടേറിയറ്റും നിലവിൽ വന്നു. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, TM തോമസ് ഐസക്. തുടർഭരണത്തിന്റെ തുടർച്ച പ്രധാന ചർച്ചയായി മാറിയ CPM സംസ്ഥാന സമ്മേളനം പാർട്ടിയുടെ തലമുറ മാറ്റത്തിന്റെ കൂടി സൂചനയാണ്. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ 17 പുതുമുഖങ്ങൾ. ഡിവൈഎഫ്ഐയുടെ അമരക്കാരായ V വസീഫും VK സനോജും സംസ്ഥാന കമ്മിറ്റിയിലെത്തി. മന്ത്രി R ബിന്ദു, 5 ജില്ലാ സെക്രട്ടറിമാർ, MLA-മാരായ DK മുരളി, K ശാന്തകുമാരി, കൊച്ചി മേയർ M അനിൽകുമാർ, M പ്രകാശൻ, S ജയമോഹൻ, K പ്രസാദ് തുടങ്ങിയവർ പുതിയ കമ്മിറ്റിയിൽ ഇടം പിടിച്ചു. ക്ഷണിതാക്കളായ ജോൺ ബ്രിട്ടാസ് MP-യെയും AKG സെന്റർ ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കയെയും സ്ഥിരാംഗങ്ങളാക്കി. മന്ത്രി വീണ ജോർജും ക്ഷണിതാവാണ്. 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജയെയും കണ്ണൂർ, എറണാകുളം ജില്ലാ സെക്രട്ടറിമാരായ MV ജയരാജൻ, CN മോഹനൻ എന്നിവരെയും ഉൾപ്പെടുത്തി. AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ എന്നിവരെ പ്രായപരിധിയെ തുടർന്ന് ഒഴിവാക്കി. EP ജയരാജനും TP രാമകൃഷ്ണനും സെക്രട്ടേറിയറ്റിൽ തുടരും. P ജയരാജൻ, P ശശി, മന്ത്രി MB രാജേഷ് എന്നിവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചില്ല. വയനാട് ജില്ലാ സെക്രട്ടറിയായിരുന്ന P ഗഗാറിൻ, മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് പ്രായപരിധി മാനദണ്ഡത്തിന്റെ പേരിലല്ല എന്നത് ശ്രദ്ധേയം. 175 പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. KH ബാബുജാൻ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനും C അജയകുമാർ, P മമ്മിക്കുട്ടി എന്നിവർ അംഗങ്ങളുമാണ്. 24 കൊല്ലം. CPIM സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സൂസൻ കോടിയെ ഒഴിവാക്കിയത് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയെ തുടർന്ന്. ഇക്കാര്യം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥിരീകരിച്ചു. എന്നാൽ കരുനാഗപ്പള്ളിയിൽ തനിക്ക് ശ്രദ്ധക്കുറവുണ്ടായിട്ടില്ലെന്ന് സൂസൻ കോടി 24-നോട് പറഞ്ഞു. CPIM-ന് തലവേദനയായ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയ്ക്ക് പിന്നിൽ സൂസൻ കോടിയും PR വസന്തനും എന്നായിരുന്നു കണ്ടെത്തൽ. സംസ്ഥാന സെക്രട്ടറി ഇടപെട്ടെങ്കിലും പരിഹരിക്കാനാകാതിരുന്ന വിഭാഗീയത ജില്ലാ സമ്മേളന കാലത്ത് തെരുവിലേക്കും പടർന്നു. ജില്ലാ സമ്മേളനത്തിൽ PR വസന്തനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ഇതിൽ ഒരു വിഭാഗത്തിന് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സൂസൻ കോടിയെ ഒഴിവാക്കിയത്. സൂസൻ കോടിയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയത് തന്നെയാണ് കരുനാഗപ്പള്ളി വിഷയം. കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ് പാർട്ടി. ആ സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ കരുനാഗപ്പള്ളിയിലെ ആരെയും ഒരു കമ്മിറ്റിയിലും ഞങ്ങൾ എടുത്തിട്ടില്ല. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് 24-നോട് സൂസൻ കോടിയുടെ പ്രതികരണം. എന്നാൽ കരുനാഗപ്പള്ളിയിൽ ശ്രദ്ധക്കുറവുണ്ടായിട്ടില്ല എന്ന് സൂസൻ കോടി പറയുന്നു. ചില വിഷയങ്ങൾ കരുനാഗപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് കരുനാഗപ്പള്ളിയിലെ ആരെയും ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു എന്നാണ് പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. ഞാൻ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. അതുപോലെ തന്നെ സംസ്ഥാന സമിതി തന്നെ അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു താൽക്കാലികമായ നടപടിയാണെന്നുള്ളതാണ്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനുമായ S ജയമോഹൻ ജില്ലയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെട്ടപ്പോൾ മുൻ MP P രാജേന്ദ്രൻ, KSFE ചെയർമാൻ വരദരാജൻ എന്നിവർ പ്രായാധിക്യത്താൽ ഒഴിവായി. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 7 പേരാണ് കൊല്ലം ജില്ലയിൽ നിന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ളത്. 24 കൊല്ലം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾ അവസാനിപ്പിക്കാൻ പോലീസ്. മൊഴി നൽകിയവർ ആരും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. 6 വർഷം പൂഴ്ത്തിവെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേസുകളുടെ കുത്തൊഴുക്കായിരുന്നു സിനിമാ ലോകത്ത്. സംവിധായകൻ രഞ്ജിത്തും സിദ്ദിഖും മുകേഷും ജയസൂര്യയും ഉൾപ്പെടെ 40-ലേറെ പേർ പ്രതിപ്പട്ടികയിൽ. 2 തരത്തിലായിരുന്നു കേസുകൾ എടുത്തത്. 1 നേരിട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ, 2 ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ 35 കേസുകളാണ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ എടുത്തത്. പക്ഷേ പല പ്രമുഖരുടെയും പേര് പുറത്തു വന്നില്ല. അന്വേഷണം പോലും നടത്താനാവാതെ കേസുകൾ അവസാനിപ്പിക്കുകയാണ് പോലീസ്. കമ്മിറ്റിയോട് ദുരനുഭവം വെളിപ്പെടുത്തിയവരെ പോലീസ് പലതവണ വിളിച്ചെങ്കിലും ആരും മൊഴി നൽകാൻ തയ്യാറായില്ല. 6 വർഷം മുൻപാണ് ഹേമ കമ്മിറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞത്. അന്നത്തെ സാഹചര്യം മാറി. കേസിന് താല്പര്യമില്ലെന്നാണ് പലരുടെയും മറുപടി. അവസാന വഴിയെന്ന നിലയിൽ മൊഴി ആവശ്യപ്പെട്ട് പോലീസ് കോടതി വഴി നോട്ടീസ് അയച്ചു. അതിനും ഇതുവരെ ആരും മറുപടി നൽകിയില്ല. മറുപടിയില്ലെങ്കിൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്ന് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി നടപടി പൂർത്തിയാക്കാനാണ് തീരുമാനം. അതേസമയം പരാതികളുടെ അടിസ്ഥാനത്തിലെടുത്ത കേസുകളിൽ പോലീസ് തുടർ നടപടി തുടരും. നിലവിൽ 9 കേസുകളിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം.
കണ്ണൂർ ADM-ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ പരാമർശങ്ങളുള്ള റിപ്പോർട്ട് പോലീസിന് ഉപയോഗിക്കാമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കെ നവീൻ ബാബു അഴിമതി നടത്തിയെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A ഗീതയുടെ റിപ്പോർട്ട് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയുടെ ഗൂഢാലോചന തെളിയിക്കുന്ന റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് റവന്യൂ മന്ത്രിയുടെ പ്രതികരണം. പെട്രോൾ പമ്പിനായി കൈക്കൂലി നൽകിയെന്ന ആരോപണത്തിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകളാണ് പ്രധാനമായും പരിശോധിച്ചത്. നടപടിക്രമങ്ങളിൽ ADM നവീൻ ബാബു കാലതാമസം വരുത്തിയിട്ടില്ല. അഴിമതി നടത്തിയതിന് തെളിവില്ലെന്നും കണ്ടെത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു. അന്വേഷണങ്ങളുടെയും രേഖകളുടെ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വൈകലോ പിന്നെ ഒരു പ്രത്യേകമായൊരു ഡിലേയോ പ്രത്യേകമായ ഏതെങ്കിലും വിധത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും അക്കാര്യം സർക്കാർ കണ്ട് ആ ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്യും. നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യം പുറത്തുവരണമെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. റിപ്പോർട്ട് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്വേഷണത്തിന്റെ ഭാഗമാകണമല്ലോ. ഈ റിപ്പോർട്ട് പോലീസ് അന്വേഷിച്ചാൽ ഇതേ വിവരമല്ലേ കിട്ടേണ്ടത്. ജില്ലാ കലക്ടറായ അരുൺ K വിജയനും PP ദിവ്യക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ ആരോപണം ഉന്നയിക്കരുതെന്ന് PP ദിവ്യയോട് ജില്ലാ കലക്ടർ പറഞ്ഞിരുന്നതായാണ് റിപ്പോർട്ടിലെ മൊഴി. പുറത്തുവന്നത് സത്യസന്ധമായ റിപ്പോർട്ടെന്നും ഗൂഢാലോചന വ്യക്തമായെന്നുമാണ് K നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. 24 കണ്ണൂർ. വാർത്തകളിലേക്ക് വീണ്ടും. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷാനിദിന്റെ മരണം അമിത അളവിൽ ലഹരി മരുന്ന് ശരീരത്തിലെത്തിയതിനാലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഷാനിദ് വിഴുങ്ങിയ 2 പാക്കറ്റുകളിൽ ഒന്ന് വയറിനുള്ളിൽ വെച്ച് പൊട്ടി. ഇതാണ് മരണത്തിന് കാരണമായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. താമരശ്ശേരി അമ്പായത്തോട് പള്ളിക്ക് സമീപത്തെ പോലീസ് പരിശോധനയ്ക്കിടെയാണ് മൈക്കാവ് സ്വദേശിയായ ഷാനിദ് കയ്യിലുണ്ടായിരുന്ന ലഹരിമരുന്നടങ്ങിയ പാക്കറ്റുകൾ വിഴുങ്ങിയത്. പിന്നാലെ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശനിയാഴ്ച രാവിലെ മരിച്ചു. അമിത അളവിൽ ലഹരിമരുന്ന് ശരീരത്തിലെത്തിയത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഇത് മരണത്തിനിടയാക്കിയെന്നുമാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. വിഴുങ്ങിയ 2 പാക്കറ്റുകളിൽ ഒന്ന് വയറ്റിനുള്ളിൽ വച്ച് പൊട്ടി. മറ്റേ പാക്കറ്റിൽ 9 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായി ഡോക്ടർക്ക് കിട്ടിയത് 2 പാക്കറ്റുകളാണ്. ഒന്നിൽ 9 ഗ്രാമോളം കഞ്ചാവാണ്, അത് ഇൻടാക്റ്റാണ്. അടുത്ത ഒരു പാക്കറ്റിൽ അത് ബോഡിയിലേക്ക് ലയിച്ചിട്ടാണുള്ളത്. അതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലൂയിഡാണ്, വയറ്റിലുള്ള ഫ്ലൂയിഡാണ് ഉള്ളത്. അതിനകത്ത് കുറച്ച് പൗഡറി ആയിട്ടുള്ള സാധനങ്ങളും കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കൂടുതൽ അനാലിസിസിൽ കൂടി മാത്രമേ അത് ബോധ്യപ്പെടൂ. ലഹരി മരുന്ന് പാക്കറ്റുകൾ വിഴുങ്ങിയ ഷാനിദിനെ ആശുപത്രിയിൽ എത്തിക്കാൻ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും പോലീസ് പ്രതികരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുന്നമംഗലം മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. 24 കോഴിക്കോട്. ഹൈബ്രിഡ് കഞ്ചാവുമായി ഇടുക്കിയിൽ പിടിയിലായ സിനിമാ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് ഗോപിനാഥിന്റെ വീട്ടിലും സലൂണിലും എക്സൈസ് പരിശോധന. വീട്ടിലെ പരിശോധനയിൽ കഞ്ചാവിന്റെ കുരു കണ്ടെത്തി. രഞ്ജിത്തിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി FEFK അറിയിച്ചു. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി മൂലമറ്റം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കാഞ്ഞാറ് നിന്ന് രഞ്ജിത്ത് ഗോപിനാഥിനെ പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്ന് 45 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെ എറണാകുളത്തുള്ള വീട്ടിലും സലൂണിലും എക്സൈസ് പരിശോധന നടത്തിയത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവിന്റെ കുരു കണ്ടെത്തി. രഞ്ജിത്ത് ഗോപിനാഥിന് എവിടെ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചു എന്നതിലാണ് എക്സൈസ് അന്വേഷണം. 100-ഓളം OCB പേപ്പറുകൾ നമുക്ക് ഇയാളിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. പിടിച്ചെടുത്ത കഞ്ചാവ് 45 ഗ്രാം ഉള്ളത്. അത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇത് സാധാരണ കഞ്ചാവ് പോലെയല്ല. അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യമുള്ളൂ ഇത് ഉപയോഗിക്കാൻ. ആവശ്യം വരുന്നുള്ളൂ, അത്ര വീര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിടിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ കഞ്ചാവ് ഉപയോഗിച്ചുള്ള ഒരു ലഹരി അവസ്ഥയിൽ തന്നെയായിരുന്നു. സിനിമാ മേഖലയിലേക്കും ഈ അന്വേഷണം നീളും. 24 കൊച്ചി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.